ഇത്തരം ഭൗതികമായ സാഹചര്യത്തിൽ ശൈലജയ്ക്കൊരു ബുദ്ധിമുട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ കുഴപ്പമില്ലാതെ അവിടെ ജയിച്ച് കയറാനാണ് സാധ്യത. തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കൊണ്ട് സുരേഷ് ഗോപി വഴി എളുപ്പത്തിൽ പ്രധാനമന്ത്രിയിലേക്ക് എത്താൻ പറ്റിയ ഫീല് ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. എല്ലാ വികാരത്തിനും അതിൻ്റേതായ ഒരു സമയമില്ല ദാസ്. ഇപ്പം 10 വർഷമായില്ലേ, അപ്പോൾ അതൊക്കെ മറികടന്ന് പോകേണ്ട സമയം. പിന്നെ ഞാൻ പറഞ്ഞു ഇടതുപക്ഷത്തിനൊരു മണ്ഡലമാണ് അവിടെ. നമസ്കാരം. ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനും ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യവുമായ ഫക്രുദ്ദീൻ അലിയാണ്. ഇപ്പോൾ ഒരു പ്രധാന ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് വടകര ലോക്സഭാ മണ്ഡലം. TP ചന്ദ്രശേഖരൻ വധക്കേസ് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ KK ശൈലജയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകാൻ കാരണമാകും? ഇല്ല, അത് സാധ്യതയൊന്നുമില്ല. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ അതൊരു LDF മണ്ഡലമാണ്. TPയുടെ ഒക്കെ അന്നൊരു പ്രത്യേക ഒരു സാഹചര്യത്തിലും ആദ്യം 2009 ഈ മദിനിയായിട്ട് കൂട്ടുകൂടിയ ഒരു സാഹചര്യത്തിലൊക്കെയാണ് ഒരു ഹിന്ദു കമ്മ്യൂണിസ്റ്റ് വോട്ടുകളെതിരായിരുന്നു. അതിനുശേഷം TPയുടെ വധം ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റും ജനതാദളും സോഷ്യലിസ്റ്റും എല്ലാം അപ്പം പോയ ഒരു ഇമ്പാക്റ്റും ഇതെല്ലാം കൂടിയാണ് ആ സമയത്ത് പ്രശ്നം ഉണ്ടാക്കിയത്. ഇപ്പം ആണെങ്കിൽ ഈ പറയുന്ന ജനതാദള് ഇപ്പുറത്ത് ഇവരുടെ കൂടെയാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള കുറ്റ്യാടി പോലെയുള്ള മലയോര മേഖലകളിൽ സ്വാധീനമുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അവർ യൂത്ത് കോൺഗ്രസിൻ്റെ വോട്ടായിരുന്നു. അപ്പോൾ LDF മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ വോട്ടായി അവർ കൂടി ഇങ്ങോട്ട് ചേരുമ്പോൾ എന്ത് സംഭവിക്കും? കംഫർട്ടബിളായി ജയിക്കാവുന്നുള്ളൂ. പിന്നെ ശൈലജ ടീച്ചർ നമുക്ക് തോൽപ്പിക്കാൻ തോന്നുന്ന ഒരാൾ. എനിക്ക് ശൈലജ ടീച്ചർ പറ്റി നെഗറ്റീവോ പോസിറ്റീവോ ആയിപ്പോയാലും നിങ്ങളതിന് ഒരുപാട് പോസിറ്റീവും ഇല്ല, അതേപോലെ എനിക്ക് നെഗറ്റീവും ഇല്ല. പക്ഷേ അവരെ നമുക്കങ്ങനെ ഓടിപ്പിടിച്ച് തോൽപ്പിക്കണം എന്നൊന്നും സ്ഥാനാർത്ഥിയല്ല. പൊതുവെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അവരെ ഇഷ്ടമാണ്. കാരണം അവരങ്ങനെ ഒരു പൊതുവെ ഒരു ലളിത ജീവിതം നയിക്കപ്പെടുന്നു എന്നൊക്കെ പറയും. നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നൊരു വ്യക്തിത്വമാണ്. അപ്പോൾ പിന്നെ മാത്രമല്ല, ഇൻകേസ് BJPയുടെ ഒരു അജണ്ട എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദേശീയ തലത്തിൽ പരമാവധി കോൺഗ്രസിൻ്റെ വോട്ട് കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ കോൺഗ്രസിന് 20 സീറ്റിൽ താഴെ ദേശീയ തലത്തിലാക്കണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്നത് ഇവിടെയാണ്. ഇനിയിപ്പോൾ BJP അവർ കഴിഞ്ഞ തവണ BJPൻ്റെ വോട്ട് കുറച്ച് കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട്. എനിക്കൊന്ന് കഴിഞ്ഞ തവണ 1.5 lakhs വോട്ടോ 87 വോട്ടാണ് കിട്ടിയെന്ന് തോന്നുന്നു. അതായത് അവരുടെ കാൽക്കുലേഷൻ അനുസരിച്ച് തന്നെ അവർക്ക് മൊത്തം കിട്ടേണ്ട വോട്ടിൻ്റെ 50% അല്ല, ഒരു 35,000 വോട്ടെങ്കിലും അവർക്ക് കുറവാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തവണ അവർ കോൺഗ്രസിൻ്റെ വോട്ടുകൾ കുറയ്ക്കാൻ വേണ്ടി, സീറ്റുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ LDFൻ്റെ സ്ഥാനാർത്ഥി LDF വേണ്ടാന്ന് വന്നപ്പോൾ അവർ വോട്ട് ചെയ്യാൻ സാധ്യതയാണ്. ഇത് അവിടെ മാത്രമല്ല, മലബാറിൽ എല്ലായിടത്തും ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ബാധകമാണ്. അപ്പോൾ ഇത്തവണ വടകര അങ്ങനെ ടീച്ചറിന് അങ്ങനെ ഒരു വലിയ ഭീഷണി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ TP വികാരം അപ്പോൾ വടകര മണ്ഡലത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ലേ? എല്ലാ വികാരത്തിനും അതിൻ്റേതായ ഒരു സമയമില്ല ദാസ. ഇപ്പം 10 വർഷമായില്ലേ, അപ്പോൾ അതൊക്കെ മറികടന്ന് പോകേണ്ട സമയം. പിന്നെ ഞാൻ പറഞ്ഞു ഇടതുപക്ഷത്തിനൊരു മണ്ഡലമാണ് അവിടെ. TPക്ക് അന്ന് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് 20,000 വോട്ടൊക്കെയാണ്. അത് 40,000 ആണെങ്കിൽ പോലും അതിനെ മറികടക്കാനുള്ള വോട്ട് ഇപ്പോൾ ജനതാദളിൻ്റെ വോട്ടും കേരള കോൺഗ്രസിൻ്റെ വോട്ടും പ്ലസ് മുസ്ലിംസിന് ഇപ്പോൾ CPMനോട് ഭയങ്കര സ്നേഹമാണ്, അറിയാലോ. അപ്പോൾ അവരെ ലീഗ് ആണ് അവിടെ പിന്നെ പ്രധാനമായിട്ടും കോൺഗ്രസ് ജയിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഘടകം. ലീഗ് മിക്കവാറും മുമ്പത്തെ ഒരു വിഷയം കാണിക്കാൻ സാധ്യത ഉണ്ടാവില്ല. കാരണം കേരളത്തിൽ UDFൻ്റെ സീറ്റ് 10 സീറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ലീഗിന് LDFലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദ്രോഹിച്ചില്ലെങ്കിൽ പോലും അവർ ഉത്സാഹം ഉണ്ടാവണമെന്നില്ല. ഇത്തരം ഭൗതികമായ സാഹചര്യത്തിൽ ശൈലജയ്ക്കൊരു ബുദ്ധിമുട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ കുഴപ്പമില്ലാതെ അവിടെ ജയിച്ച് കയറാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ CPM ലക്ഷ്യം വെക്കുന്നതും ശൈലജ ടീച്ചർ ജയിക്കണം എന്ന് തന്നെ ആയിരിക്കുമല്ലോ അതിന് പിന്നിൽ? അല്ലാതെ P ജയരാജൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്? P ജയരാജനെയും ജയിപ്പിച്ച് മുകളിലോട്ട് വിടുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം. പക്ഷേ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അത് നടന്നില്ല എന്നുള്ളതാണ്. അന്നൊരു LDF കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് അന്നത് നടന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവരുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ, പിന്നെ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ ടീച്ചറിൻ്റെ കാര്യത്തിൽ അവർ കാണുന്നത്. ടീച്ചറിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുത്ത ഒരു വ്യക്തിയാണ്. അവർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് അവർ പിന്നെ നടത്തിയ പ്രവർത്തനം ദേശീയ തലത്തിൽ ശ്ലാഘിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഇത്തവണ മന്ത്രിസ്ഥാനം കൊടുക്കാതെ പോയതിൽ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചിട്ടുള്ളത് ശേഖർ ഗുപ്തനെയൊക്കെ പോലെയുള്ള ഉത്തരേന്ത്യക്കാരായിട്ടുള്ള ജേർണലിസ്റ്റുകളാണ്. അതിൻ്റെ കൂടെ രാജീവ് സർദേശായിയൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ കോളത്തിലെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ LDF ഉദ്ദേശിക്കുന്ന അവർ ജയിച്ച് സെൻട്രലിലോട്ട് വിട്ടിട്ട് അവർക്ക് നല്ല ഒരു പരിഗണന കേന്ദ്രത്തിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ആളാണ്, അത്യാവശ്യം ഇംഗ്ലീഷ് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടാനാണ് സാധ്യത. അതൊരു തരത്തിലുള്ള പിൻവാങ്ങലായിരിക്കില്ല, ദേശീയതലത്തിൽ ശക്തമായ നേതാവായിട്ട് അവരെ എൻമേർജ് ചെയ്ത് വരാനാണ് സാധ്യത. ഈ മോദിയുടെ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു കേരള സന്ദർശനം BJP ഏത് രീതിയിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്? അവരുടെ വോട്ട് ബാങ്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്?
അല്ല, മോഡി പ്രതി തൃശ്ശൂർ സന്ദർശനം സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. മറ്റു സ്ഥലങ്ങളും എനിക്ക് തോന്നുന്നില്ല. തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കൊണ്ട് സുരേഷ് ഗോപി വഴി എളുപ്പത്തിൽ പ്രധാനമന്ത്രിയിലേക്ക് എത്താൻ പറ്റിയ ഫീൽ ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് സാധ്യമാണ്. പിണറായിക്ക് മോഡിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചില ബന്ധങ്ങൾ മോഡിക്ക് എല്ലാ സ്ഥലത്തും ഉണ്ട്. നേരിട്ട് എല്ലായ്പ്പോഴും തുറന്നിട്ടിരിക്കുന്ന വാതിലല്ല മോഡി. അപ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഈ ഡയസ്പോറ ആയിട്ടുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ് കേരളത്തിലുള്ള. അപ്പോൾ അവർക്ക് പല യുവാക്കളും ഒരു കാര്യമില്ലാതെ പല സ്ഥലത്തും പ്രശ്നങ്ങളൊക്കെ പെടാറുണ്ട്. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ പെടുന്ന സമയത്ത് നിങ്ങളെ നേരിട്ട് നിങ്ങളെ സുരേഷ് ഗോപി ആക്സസിബിൾ ആയിട്ടുള്ള ഒരാളാണ്, ഒരു കനിവൊക്കെയുള്ള അദ്ദേഹം ജനറ്റിക്കലായിട്ടുള്ള നാച്ചുറാണ്. അപ്പം രാഷ്ട്രീയത്തിലൊക്കെ അദ്ദേഹം വരുന്നതിന് മുമ്പേ തന്നെ കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എൻഡോസൾഫാൻ വിഷയത്തൊക്കെ ഇടപെട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം ഈ പറയുന്നതിന് ഇങ്ങനെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഒരു ഉടായ്പിൻ്റെ പുറത്തല്ല ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരൻ, ന്യൂനപക്ഷ സമുദായത്തിലും ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആളാണ് ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് കുടുങ്ങിപ്പോയാൽ ആ പ്രശ്നം പ്രധാനമന്ത്രിയുടെ ഈ എം പി വഴി നമുക്ക് നേരെ പ്രധാനമന്ത്രിയിൽ എത്തിക്കാനും, പ്രധാനമന്ത്രിക്കാണ് ഇന്ന് ലോക നേതാക്കളുടെ ഏറ്റവും സ്വാധീനമുള്ള നേതാവാണ്, ആ പ്രശ്നത്തിൽ പരിഹാരം കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതെല്ലാം തന്നെ എനിക്ക് തോന്നുന്നു വോട്ടേഴ്സ് പരിഗണിക്കുന്നതാണ്. കാരണം മോഡി ആ ഒരു സന്ദേശം തന്നെ മോഡി കൊടുക്കും, നമ്മളെ പയ്യനാണ്, എന്തുണ്ടെങ്കിലും അവനെ വന്ന് കണ്ടാൽ മതി, ബാക്കി നമ്മൾ നോക്കിക്കോളാം എന്നുള്ളൊരു അത് ശരിക്കും ഒരു വല്ലാത്തൊരു മെസ്സേജാണ്. അതുകൊണ്ട് തൃശ്ശൂർ അത്തരം സന്ദർശനങ്ങളും കല്യാണത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള അദ്ദേഹത്തെ സാന്നിധ്യം എല്ലാം തന്നെ സത്യത്തിൽ തൃശ്ശൂർ ഒരു ഓളുണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നത് ചിലപ്പം മോഡിക്ക് എതിരല്ലേ BJP സുരേഷ് ഗോപിക്കെതിരെ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് മുസ്ലിങ്ങളാണല്ലോ. മുസ്ലിം തന്നെ യുവാക്കളുടെ സ്ത്രീകളുടെ ഇടയിൽ ഇത്തരം കാര്യങ്ങൾ അവർ മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേറെ എന്തോ ഓപ്ഷനാണുള്ളത്. നിങ്ങൾ അത് പറയാം. മുകളിലിപ്പം ഈ മുസ്ലിം കമ്മ്യൂണിറ്റി എപ്പോഴും മാറ്റങ്ങളോട് ഇങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കുക. ആദ്യം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വന്നത് സാത്താനാന്ന് പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാർ ദൈവമില്ലാത്തവരാന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾ നോക്കും, പിണറായി വിജയനാണ് ദൈവം. പിന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയിട്ട് മത്സരമായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരമായിരുന്നു. അപ്പോൾ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം BJP അവരുടെ കുറേ കാര്യങ്ങൾ അവർ തള്ളി പറഞ്ഞിട്ടുണ്ട്. BJP എല്ലാ RSS ഈ ആഭ്യന്തര ശത്രുക്കളെ ഭാഗം അവർ എടുത്തു മാറ്റി. ഇപ്പം ഇദ്ദേഹം തന്നെ പറയുന്നു, മോഹൻ ഭഗവത് തന്നെ പറയുന്നു, എല്ലാ പള്ളികളും നമ്മൾ ശിഖലിക്ക് അന്വേഷിക്കേണ്ടതില്ല. പിന്നെ അവർ സാംസ്കാരിക ദേശീയ എന്നുള്ള അവരുടെ ഐഡിയോളജി വെച്ചുകൊണ്ട് നമ്മൾ പൊതുവായിട്ടുള്ള ഹൈന്ദവ സാംസ്കാരിക ധാരയെ ബഹുമാനിച്ചുകൊണ്ട് മുസ്ലിം ക്രിസ്ത്യാനികൾക്ക് ഇവിടെ ഏകോദര സഹോദരന്മാരെ കയ്യാന്ന് നിങ്ങൾ ഈ കുറ്റം പറയുന്ന ബെഞ്ച് ഓഫ് തോട്ട്സ് അല്ലെങ്കിൽ വിചാരധാരയെ തന്നെ അവർ പറയുന്നുണ്ട്, ഗുരുജി ഗോൾവലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് അവർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ സൂഫി മുസ്ലിങ്ങളൊക്കെ തന്നെ, ഇപ്പോൾ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ നല്ല വിധം സൂഫി മുസ്ലിങ്ങളുണ്ട്. അവരൊക്കെ ഇപ്പോൾ AP അബൂബക്കർ മുസ്ലിം നേതൃത്വം, അദ്ദേഹം സൂഫി മുഷവറയുടെ നേതാവാണ്. അദ്ദേഹം മോഡിയെ പോയി കണ്ടിട്ടുമുണ്ട്. ഭരിക്കുന്നവരുടെ സഹകരിച്ചു പോകുമെന്നുള്ളതാണ് അവരുടെയൊക്കെ നിലപാട്, APയുടെ നിലപാട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ന്യൂനപക്ഷം എസ്പെഷ്യലി യൂത്തിൻ്റെ ഇടയിൽ, സ്ത്രീകളുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട്, ക്രിസ്ത്യാനികളുടെ ഇടയിൽ കൂടുതലായിട്ടുണ്ട്. അപ്പം ഇത്തരം സാഹചര്യങ്ങൾ കൊണ്ട് ഒരുപക്ഷെ മോഡിയുടെ സന്ദർശനങ്ങൾ സുരേഷ് ഗോപിയുടെ വിജയം BJPയുടെ വിജയമായി കണ്ടത്. BJPയുടെ വിജയം തിരുവനന്തപുരത്തോ അവർക്ക് ശക്തിയുള്ള, അവർ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലത്തുണ്ടാകുന്ന വിജയം. ഇതവിടെ ജയിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് സുരേഷ് ഗോപി ഒരു വിജയം ഉണ്ടാക്കുകയാണ്. അത് BJPയുടെ ഒരു വിജയം എന്നുള്ള സുരേഷ് ഗോപിയുടെ വിജയമാണ്. അപ്പോൾ ആ വിജയം സ്വാഭാവികമായിട്ട് അതിന് ഗുണം നാട്ടുകാർക്ക് ഉണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ അതിനൊരു സാധ്യതയില്ലാതില്ല വിജയിക്കാനുള്ള. ഈ തെരഞ്ഞെടുപ്പിൽ ഈ പിണറായി വിരുദ്ധ വികാരം ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ടോ? അതൊന്നും ഈ ലോക്സഭ ഇലക്ഷൻ വലിയ രീതിയിൽ സ്വാധീനിക്കില്ല. നിങ്ങൾ അത് സ്വാധീനിക്കേണ്ട ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലായിരുന്നു, അതിന് പോലും സ്വാധീനിച്ചിട്ടില്ല. നിങ്ങൾ നോക്കും ബൈ ഇലക്ഷനിൽ ഞാൻ പണ്ടേ പോയല്ല ചർച്ചകളിലൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന ജനങ്ങൾ കോൺഗ്രസുമായിട്ടാണ് കമ്പയർ ചെയ്യുക. ഇപ്പോൾ പിണറായി വിജയൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് ഒരു സ്ഥിരമായിട്ടുള്ള ശക്തമായിട്ടൊരു ലീഡർഷിപ്പ് ഇല്ല അവിടെ. അതായത് ഒരു വെള്ളപ്പൊക്കം വന്ന് ഏത് ഷട്ടർ പൊക്കണം എന്നാലേക്കും ഡൽഹിക്ക് 4 മന്ത്രിമാർ പോകുന്ന അവസ്ഥയില്ല. ഒരു കോവിഡ് വന്നു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഈ പറയുന്ന കിറ്റും മറ്റു കാര്യങ്ങളും മാസ്കും മേടിക്കുന്ന, അതായത് 10 ആളുകൾ ഡൽഹിക്ക് പോകുന്ന അവസ്ഥയല്ല. ഒരു തീരുമാനം ഡിസൈസീവായിട്ടുള്ള ലീഡർഷിപ്പ് അത് കോൺഗ്രസിനില്ല. ബാക്കി CPM-നുള്ള എല്ലാ വർഷങ്ങളും കോൺഗ്രസിനുണ്ട്. പക്ഷേ CPM-ഇല്ലാത്ത ശക്തമായ ലീഡർഷിപ്പ്, ഏകദാനമായ ലീഡർഷിപ്പ് എന്നുള്ളത് കോൺഗ്രസ് ഇല്ലാതെ CPM-നുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾ ആ ഒരു ആസ്പെക്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് അനുകൂലമായിട്ടാണ് പൊതുവേ. അതാണ് ഇതിൻ്റെ ഗുണം. അല്ലാതെ ഇവർക്ക് രണ്ടുപേർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ജനങ്ങൾ നോക്കുന്നത് ഇവിടെ ആര് ഭരിക്കണം തീരുമാനിക്കുക 5 തൊട്ട് 10% വരെയുള്ള നിഷ്പക്ഷരായ വോട്ടേഴ്സാണ്. അവർ നോക്കുമ്പോൾ അതിൽ ഞാനെന്നാൽ കൂടുതൽ പറയാറില്ല, എനിക്ക് കൃത്യമായി പൊളിറ്റിക്സ് ഉള്ള ആളാണ് അറിയാം. അവിടെ അവർ ഈ ചർച്ചയെ പറയുന്നില്ല, എനിക്ക് പേഴ്സണലി പൊളിറ്റിക്സ് ഉണ്ട്. അതല്ലാതെ ഈ നിഷ്പക്ഷ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വോട്ട് ചെയ്യുമ്പോൾ ഒരു ഡിസൈസീവായ ലീഡർഷിപ്പ് വന്ന ആളെ വെള്ളപ്പൊക്കം വന്ന എൻ്റെ ജീവിതം അപകടത്തിലാക്കുന്ന തീരുമാനത്തിലേക്ക് ഞാൻ പോകും. ഇതാണ് പ്രശ്നം. പിന്നെ UDF സമയത്തിൻ്റെ അഴിമതി എല്ലാം നമ്മുടെ അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പം പിണറായി വിജയനെ മറികടക്കണം, അതിൽ ശക്തമായിട്ടുള്ള വേറൊരു ലീഡർ ഉണ്ടായി വേണം. എങ്കിൽ മാത്രമാണ് പിണറായി വിജയനെ മറികടക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ.